ഗൈസ് ആട് 3 ആണ് ഇന്നത്തെ ലോട്ടറി തെരഞ്ഞെടുത്തോടാ. ഇല്ല, ഇത്തവണ നിന്റെ കൂടാണ് ചേച്ചാ. ഇല്ല കഴിഞ്ഞ തവണ നീ അല്ല ഞാനായിരുന്നു. അല്ല ഏതപ്പനുള്ളപ്പോ ഞാനായിരുന്നു. ഇന്ന് നീ. ഇല്ല എന്റെ പ്രൂഫ് ഉണ്ട്, കിട്ടണ്ടേന്ന്. കാരണം കിട്ടണം. അങ്ങനെ ആട് 3 കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോകണമെന്നാണ് ഞങ്ങൾ പ്ലാനിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ചാച്ചന് ഡ്യൂട്ടി ഉള്ള കാരണം പോകാൻ പറ്റിയില്ല. പിന്നെയുള്ള ഷോ ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡായിരുന്നു. അവസാനം ഞങ്ങൾക്ക് കിട്ടിയ ഷോ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 12 മണിക്കായിരുന്നു. നമ്മുടെ ദേര സിറ്റി സെൻറ്ററിലാണ് കിട്ടിയത്. അപ്പോൾ 12 മണി ആയാലും കുഴപ്പമില്ല, നമ്മൾ അത്രയും എക്സ്പെക്റ്റേഷനിലോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ആട് 3 കാണാൻ വേണ്ടിയിട്ട് കൊച്ചിനെയും കൊണ്ട് പോയത് കേട്ടോ. മൊത്തം എനിക്ക് തോന്നുന്നു ഹൗസ്ഫുള്ളായിരുന്നു തോന്നുന്നുണ്ട്, അതേപോലെ ആളുകളായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ റിവ്യൂ എന്താന്ന് കേൾക്കാം. നാട്ടിലിറങ്ങിയ സിനിമ വേറെയാണോ അത് ഇവിടെ വേറെ ഇറങ്ങിയതാണോ? എനിക്ക് ആട് 2ന്റെ 7 എഴുതുന്നുള്ള അല്ലേ? ഉറക്കം പോയി മിച്ചം കുറെ ചിരിക്കാണ്ട്. ഞാൻ അത്ര വലിയ പടം പറയാൻ എനിക്ക് പേഴ്സണലി വലിയ അഭിപ്രായമില്ല. നിനക്കോ? ഒട്ടുമില്ല. അത് ഉറക്കം വരണ്ടായിരുന്നു. നമ്മുടെ ഉറക്കം കളഞ്ഞു വിചാരിച്ച സെറ്റായില്ല. വെറുതെ ടൈം പോയത് മിച്ചം. ടൈം ട്രാവലറാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമായില്ല. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ജയസൂര്യ, ഇന്ദ്രൻസ്, പിന്നെ മദാമയായിട്ട് വന്നൊരു പെണ്ണ് അടിപൊളി. അല്ലാതെ എടുത്ത് പറയാൻ വലിയ കോമഡിയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നിനക്കോ? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നാട്ടിലുള്ളവര് കണ്ടതിന്റെ റിവ്യൂ വെച്ചാൽ ഞാൻ ഇന്ന് തന്നെ പോയി എടുത്ത്. ഈ നാട്ടിലിറങ്ങിയത് വേറെയാണോ ഇവിടെ ഇറങ്ങിയത് വേറെയാണോ എനിക്ക് അറിയാൻ പാടില്ല. അതെനിക്ക് തന്തകമായതാണോ എന്തായാലും എനിക്ക് 10ല് ഒരു 4.5 കൊടുക്കാം അല്ലെ? അത്ര ഉള്ളൂ കൂടാ. ബൈ.